ഒരു ആംബ് അസംബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ലേ ഔട്ട് വളരെ പ്രധാനമാണ്. ആ ലേ ഔട്ട് തെറ്റിക്കഴിയുമ്പോൾ നോയ്സ്, ഹമ്മിങ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അസംബിൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൂടുതലായിരിക്കും ആ ലേ ഔട്ട് കറക്റ്റായിട്ടില്ലെങ്കിൽ. ലേ ഔട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പവർ സപ്ലൈ, അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ ബോർഡ്, നമ്മളെ കൺട്രോൾ ബോർഡ്, ടോൺ ലെവൽ, അങ്ങനത്തെ ഓഡിയോ സ്റ്റേജ് അതൊക്കെ നിൽക്കുന്നതിൻ്റെ സ്ഥാനം. അതായത് സോഫ്റ്റ് ആൻഡ് കോർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറുകളുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ടോറോയിഡ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ കാര്യമല്ല. ഈ തരം ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറുകൾ ഇതിപ്പോൾ ഹെർമാൻ കാർഡാൻ്റെ ബ്രാൻഡഡ് ആംപ്ലിഫയർ ആണ്, ബ്രാൻഡഡ് AVR ആണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അവനത് പൊക്കി പറയാം എന്നുള്ള ആ ഒരു അഭിപ്രായം വേണ്ട ആർക്കും. കാരണം അത് ഒരുപാട് ആളുകൾക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് അത് ചൂണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഈ കാണുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് നേരെ ഈ ഏരിയയിലേക്ക് നമ്മൾ ബോർഡിലേക്ക് എൻ്റർ ചെയ്യും. ആ ബോർഡിൽ നിന്ന് ഈ ഏരിയയിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് അതിൻ്റെ റെക്ടിഫിക്കേഷനും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കും. അവിടുന്ന് DC ആയിട്ട് ഇവിടെ ഈ പവർ സെക്ഷനിലേക്ക് പോകുന്നു. കൺട്രോൾഡ് സെക്ഷനിലേക്കുള്ള സപ്ലൈ അവിടുന്ന് വരുന്നു. നമ്മളെ ഫ്രണ്ട് പാനലിൻ്റെ ഭാഗത്തുള്ള ഇതിൻ്റെ ഫുൾ ഫങ്ഷൻ ലെവൽ മറ്റ് കൺട്രോളുകളെല്ലാം അവിടേക്കുള്ളത് ഒരു സ്ട്രിപ്പ് വഴി കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് AC ഒരു ഓൺ ഓഫിന് സ്റ്റാൻഡ് ബൈൻ്റെ സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണുള്ളത്. അതായത് AC ലൈൻ ഇതിലേക്ക് കയറി ഇവിടുന്ന് ട്രാൻസ്ഫോമറിലേക്ക് കയറി ഓൺ ഓഫ് സ്വിച്ച് ഇതിൽ ഇങ്ങനെ വന്ന്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് മാനുവൽ ടൈപ്പ് സ്വിച്ചും അല്ലാത്ത പ്രസ് ടൈപ്പ് സ്വിച്ച് ഉള്ളതും പല ടൈപ്പ് സ്വിച്ചും പല ബ്രാൻഡുകൾക്കും വരും. അപ്പോൾ അത് മൊത്തം ഈ ഒരു സെക്ഷനിലൂടെ വന്നിട്ട് ഇവിടുന്ന് അത് ഫിനിഷ് ആയിട്ട് അവിടുന്ന് അങ്ങോട്ടാണ് കംപ്ലീറ്റ് കൺട്രോളിങ്ങും കിടക്കുന്നത്, കംപ്ലീറ്റ് ഓഡിയോ ലെവലും കിടക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഒരുവിധം പ്രശ്നം കഴിഞ്ഞു. അസംബിൾ ചെയ്യുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ മറ്റൊരു ആംപ്ലിഫയറിൻ്റെ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട്, ടെക്നിക്സും ഈ ഹെർമാനൊന്നും ഞാൻ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് അവർ ചെയ്ത് തെറ്റാന്ന് പറയുന്നവർ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കൂടെ അറിയിക്കുക. അതായത് ഇതിനകത്തും ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് അതിൻ്റെ ഓഡിയോ സെക്ഷൻ, കൺട്രോൾ സെക്ഷൻ, ഇവിടെ ഒരു ബോർഡ് വരുന്നുണ്ട്. നിങ്ങളിവിടെ നോക്കുക, ഇവിടെ ഒരു ബോർഡ് വരുന്നുണ്ട്. അതിന് അവർ ചെയ്തിട്ടുള്ള ഇവിടെ ഷീൽഡ് ചെയ്തേക്കാണ്. അതായത് ഇവിടെ നിന്നിട്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ ഫ്ലക്സ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, നോയ്സ് കയറാതിരിക്കാനും മറ്റൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷീൽഡ് ചെയ്തേക്കാണ്. അതിൻ്റെ അപ്പുറത്താണ് ബോർഡ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഉദ്ദേശം തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതല്ല എങ്കിൽ അവിടെ ഒരു ഷീൽഡ് വെക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൽ പറയാനുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന ചില ആംപ്ലിഫയറുകൾ കാണിച്ചു തരാം. ആരെയും മോശക്കാരായി കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നും മോശമായിട്ട് കാണിക്കാനോ അല്ല. അതൊരു ഫോൾട്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അത് ഇനി പുതിയ ചെയ്യുന്നവർക്ക് അത് കറക്റ്റാക്കി ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു അസംബിൾഡ് ആംപ്ലിഫയർ ആണ്. ഇത് നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ് ആംപ്ലിഫയർ ആണ്. 2000 സംതിങ് 3000 സംതിങ്ങിനൊക്കെ കിട്ടുന്ന 5.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിനകത്ത് 2030 IC ഉപയോഗിച്ചിട്ടുള്ള ഒരു 4 ഫെറ്റ് സബിൻ്റെ ഔട്ടുള്ള ടൈപ്പ് അസംബിൾഡ് ആംപ്ലിഫയർ ആണ്. ഇതിലേക്ക് ഇവിടെ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഒക്കെ സംഗതി ശരിയാണ്, അതേപോലെ തന്നെയാണുള്ളത്, അതിൽ ചെയ്ത പോലെ തന്നെയാണുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഇൻപുട്ട് സോഴ്സ് ആയിട്ടുള്ള BT ബാസ്റ്റർ, നമ്മളെ ബ്ലൂടൂത്ത് പാനൽ കിടക്കുന്നത് ഇവിടെ തന്നെയാണ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഓഡിയോ സെക്ഷൻ്റെ ഇൻപുട്ട് ഈ ഏരിയയിലായിട്ട് വരുന്ന ഇൻപുട്ടിൻ്റെ ഈ ഏരിയയിൽ തന്നെയാണ് ട്രാൻസ്ഫോമർ വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മുമ്പ് കാണിച്ച പോലെയല്ല. അതായത് അതിൻ്റെ ഏറ്റവും നോയ്സി ആയി വരാൻ സാധ്യതയുള്ള ഭാഗം തന്നെ ട്രാൻസ്ഫോമറിനോട് എക്സ്പോസ് ആയിട്ടാണുള്ളത്. ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത് മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഈ പൊടിയും മണ്ണൊന്നും നോക്കണ്ട, വെച്ചാൽ ഏതൊരു സാധനവും ഇങ്ങനെയാവും. അപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് എൻ്റെ വോളിയം കൺട്രോൾ, ഇവിടെയാണ് എൻ്റെ ഇൻപുട്ട്. നേരെ വിപരീതമാണ്. ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ ഭാഗത്തൂടെ AC ഇൻപുട്ട് കയറുന്നത്. അവിടുന്ന് അത് റൺ ചെയ്ത് വന്നിട്ട് ഇത്രയും സ്പീക്കർ ലൈനിൻ്റെ മറ്റെല്ലാത്തിനെയും ക്രോസ് ചെയ്ത് വന്നിട്ട് ഇവിടെ ട്രാൻസ്ഫോമർ, ഇവിടുന്ന് ഇതിൻ്റെ സ്വിച്ച്, പവർ സ്വിച്ച് കിടക്കുന്നത് കോമഡി ഇവിടെ. അതായത് അതിൻ്റെ ശേഷം ആ AC ലൈൻ ഇവിടേക്ക് റൺ ചെയ്യണം. അവിടുന്ന് റൺ ചെയ്തിട്ട് ഓണായിട്ട് ഇങ്ങോട്ട് വരണം. അതിൻ്റെ ശേഷം അതിൻ്റെ റെക്ടിഫിക്കേഷനിലേക്ക് കൊണ്ട് പോകുന്നു. അപ്പോൾ ഈ ആംപ്ലിഫയറിലെ നോയ്സ് വളരെ ബുദ്ധിമുട്ടായിരിക്കും മാറ്റിയെടുക്കുക. പക്ഷേ നോയ്സ് ഉണ്ടായിക്കോണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റോഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് അടുത്തത് അസംബിൾഡ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത് 2030 അല്ല, അത് ട്രാൻസിസ്റ്റർ ആംപാണ്. ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് മൈക്കിൻ്റെ സെക്ഷൻ കിടക്കുന്നത് ഇവിടെയാണ് നമുക്ക് ട്രാൻസ്ഫോമർ വരുന്നത്. ഇവിടെയാണ് എല്ലാ ഒരുവിധം സെക്ഷൻ്റെയൊക്കെ ഈ ബോർഡ് പവർ ആമ്പിൻ്റെ ഇൻപുട്ടാണ് ഈ കാണുന്നത്. അതായത് ഒരുവിധം എല്ലാവിധ നോയ്സി ആയിട്ടുള്ള ഒരു അവസ്ഥ ഈ ആംപ്ലിഫയറിൽ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ലേ ഔട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പവറിന് ഒരു സെക്ഷൻ കണ്ടിട്ട് വേർപെടുത്തിയിട്ട് അവിടുന്ന്
നല്ലൊരു ഒരു സ്ഥലം വേർപെടുത്തിയിട്ട് അതിനോട് തൊട്ടുകൊണ്ടിരിക്കാതെ തന്നെ ഈ സോഫ്റ്റ് ആൻഡ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചിട്ട് അസംബിൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഭാഗത്തേക്ക് പവർ സപ്ലൈയും ഒരു ഭാഗത്തേക്ക് ഓഡിയോ സെക്ഷനും അങ്ങനെ ചെയ്താൽ വളരെ നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ എന്ന നിലയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് എപ്പോഴും നമ്മൾ രണ്ട് ഭാഗത്തുകൂടി കൊണ്ടുപോകണം. സ്പീക്കർ ലൈനെ ക്രോസ് ചെയ്യരുത്, സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്യരുത്, ഇതൊന്നും AC ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണിത്. പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത് മൊത്തം പവർ സപ്ലൈ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് മൊത്തം ഓഡിയോ ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്കായിട്ടാണ് നമുക്ക് ട്രാൻസ്ഫോമറും കാര്യമൊക്കെ കിടക്കുന്നത്. അതായത് മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യൂ എന്നല്ല, അങ്ങനെ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സൗകര്യം ആ രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ചെറിയ ഇൻഫോർമേഷനായിട്ട് കണക്കാക്കുക. ആരെയും ഒന്നും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആംപ്ലിഫയറിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലാണ്.